ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൻ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ.
पल में कमाई है।
ओम शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल कर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ശുഭാബ കയ്യാധ്യ. ഇന്ന് മുരളി ഡേറ്റാണ് 11/11/2025. ബാബയുടെ മധുര മഹാവാക്യം. ബാബ ഇന്ന് മായാജീത്താകാനുള്ള യുക്തികൾ കുട്ടികൾക്ക് പ്രയാസമാണെങ്കിലും അത് തന്നെയാണ് അതിന് ആധാരം കൂടി ബാബ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബാബ ഇന്ന് ജ്ഞാനത്തിൻ്റെ അനേക പോയിൻറ്റ്സുകൾ മക്കൾക്ക് നൽകുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം ബാബയുടെ ഇന്നത്തെ മഹാവാക്യം. मीठे बच्चे, तुम दिल से बाबा बाबा कहो तो खुशी में रोमांच खड़े हो जाएंगे। खुशी में रहो तो माया जीत बन जाएंगे. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ മനസ്സുകൊണ്ട് ബാബ ബാബ എന്ന് പറയുക, അപ്പോൾ സന്തോഷത്താൽ രോമാഞ്ചിതരായി പോകും. സന്തോഷത്തിലിരിക്കുമ്പോഴാണ് മായാജീത്തായിത്തീരുക. ഉള്ളിൻ്റെ ഉള്ളിൽ ബാബ ബാബ എന്ന് വിളിക്കുമ്പോൾ ബാപ്പന് സന്തോഷത്താൽ രോമാഞ്ചിതരാകും. സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് മായാജീത്തായി മാറുക. प्रश्न, बच्चों को किस एक बात में मेहनत लगती है, लेकिन खुशी और याद का वही आधार है. കുട്ടികൾക്ക് ഏതൊരു കാര്യമാണ് വളരെയധികം പ്രയാസകരമായി തോന്നുന്നത്, എന്നാൽ സന്തോഷവും പിന്നീട് ഓർമ്മയ്ക്കുള്ള ആധാരവും അത് തന്നെയാണ്. ഉത്തർ,
आत्मा अभिमानी बनने में ही मेहनत लगती है, लेकिन इसी से खुशी का पारा चढ़ता है, मीठा बाबा याद आता है. ആത്മ അഭിമാനിയാകുന്നതിൽ തന്നെയാണ് വളരെയധികം പ്രയാസമായി തോന്നുന്നത്. എന്നാൽ അതിൽ തന്നെയാണ് സന്തോഷത്തിൻ്റെ ലഹരി കയറുന്നതും മധുരമായ ബാബയുടെ ഓർമ്മയുണ്ടാകുന്നതും. ആത്മ അഭിമാനസ്ഥിതി ഉണ്ടാകുമ്പോഴേ സന്തോഷത്തിൻ്റെ ലഹരി കയറും, അതിൽ തന്നെയാണ് ബാബയുടെ ഓർമ്മ വരിക. പക്ഷെ അത് ആ ഒരവസ്ഥ വരാൻ ബാബ പറയണ പുരുഷാർത്ഥം ചെയ്യണം, പ്രയത്നിക്കണം. അത് പ്രയാസകരമാണ്. माया तुम्हें देहाभिमान में लाती रहेगी, रुस्तम से रुस्तम होकर लड़ेगी. इसमें മൂഞ്ചന नहीं. മായ നിങ്ങളെ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ എത്രമാത്രം ശക്തനാകുന്നുവോ നമ്മുടെ എതിരാളിയും ശക്തിയോടുകൂടി തന്നെ പ്രതികരിക്കും. എന്നുവെച്ചാൽ മായ ശക്തിശാലികളോടാണ് കുസ്തിയിലേക്ക് വരിക. അപ്പോഴൊന്നും സംശയിച്ചു പോകരുത്. ബാബ കേത്തെ ബച്ചെ മായ കെ തൂഫാനോ സെ ഡറോ മത്. ബാബ പറയുന്നു, കുട്ടികളെ മായയുടെ പരീക്ഷണങ്ങളാകുന്ന കൊടുങ്കാറ്റുകളെ കണ്ട് പേടിക്കരുത്. കൊടുങ്കാറ്റിനെ കണ്ട് പേടിക്കരുത്. സിർഫ് കർമ്മേന്ദ്ര സെ കോയി വികർമ്മ നഹി കർ. സങ്കല്പങ്ങളൊക്കെ കൊടുങ്കാറ്റായിട്ട് വരും. അപ്പോഴും ബാബ പറയണ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് വികർമ്മങ്ങളൊന്നും ചെയ്യരുത്. അപ്പം നമ്മൾ വളരെയധികം പ്രയാസകരമായി തോന്നുന്ന പുരുഷാർത്ഥത ആത്മാഭിമാനിയാവുക എന്നുള്ളത്. പക്ഷെ ബാപ്പണ് അതിലാണ് സന്തോഷവും അതിലാണ് ബാബയുടെ ഓർമ്മയും ഉണ്ടാവുക. ഓം ശാന്തി. रूहानी बाप रूहानी बच्चों को समझा रहे हैं, वह शिक्षा दे रहे हैं, पढ़ा रहे हैं. बच्चे जानते पढ़ाने वाला बाप सदैव देही अभिमानी है. ഇവിടെ ആത്മീയ അച്ഛൻ തൻ്റെ ആത്മീയ മക്കൾക്ക് മനസ്സിലാക്കി തരികയാണ്, അഥവാ ശിക്ഷണം നൽകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കറിയാം നമ്മളെ പഠിപ്പിക്കുന്നത് സദാ ദേഹി അഭിമാനിയായിരിക്കുന്ന അച്ഛൻ തന്നെയാണ്. അവർ നിരാകാരനാണ്, ദേഹം സ്വന്തമായിട്ടെടുക്കുന്നില്ല, എന്നാൽ ജന്മത്തിൽ വരുന്നില്ല. പുനർജന്മ നഹി ആത്തെ. ബാപ് സമझाते तुम बच्चों को मेरे समान अपने को आत्मा समझना, मैं हूँ परम पिता. അപ്പോൾ ബാപ്പയുടെ പുനർജന്മത്തിൽ വരാത്തവനാണ് ബാബ. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾ കുട്ടികളും എനിക്ക് തുല്യം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പരംപിതാവാണല്ലോ. പരംപിതാവായിരിക്കുന്ന എനിക്ക് ദേഹം ഇല്ല. അതുകൊണ്ട് തന്നെ ആത്മ അഭിമാനി സ്ഥിതിയാണ്. ബാബയ്ക്ക് ആത്മ അഭിമാനി ബി നഹി കഹെങ്കെ. ബാബ ഒരിക്കൽ ആത്മാഭിമാനി എന്ന് പറയുകയില്ല, കാരണം ബാബയുടെ സ്വസ്വരൂപം തന്നെ അതാണ്. വോത്തോ ഹൈഹി നിരാകാർ. പകരം നമ്മൾ എന്ത് പറയും? ദേഹമില്ലാത്ത നിരാകാര രൂപൻ എന്ന് പറയും. ബാബ പറയുകയാണ്, എനിക്ക് എൻ്റേതായിരിക്കുന്ന ദേഹമില്ല, എന്നാൽ നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലോ നിങ്ങളുടേതായിരിക്കുന്ന ദേഹം ലഭിക്കുന്നു. എന്നാൽ ഇപ്പോൾ ബാബ പറയണ, എനിക്ക് സമാനം നിങ്ങൾ കുട്ടികളും ദേഹത്തിൽ നിന്നും വേറിട്ട് സ്വയം ആത്മാവെന്ന ബോധത്തിലിരിക്കുക. അഗർ വിശ്വ കാ മാലിക് ബന്ന ഹേ തോ और कोई डिफिकल्ट बात है नहीं. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ അധികാരി ആകണമെങ്കിൽ ബാപ്പൻ ആത്മാഭിമാനി ആയേ പറ്റൂ. വേറെ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ബാബ പറയുന്നു, ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് എനിക്ക് സമാനരായി തീരൂ. സദൈ ബുദ്ധി മേ യാദ് രഹേ ഹം ആത്മാ ഹേ ഹംകോ ബാപ് പഠാ രഹേ ഹെ. എപ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം ഞാൻ ആത്മാവാണെന്നും ബാബ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും. ബാബ നിരാകാരനാണല്ലോ, അപ്പോഴെങ്ങനെയാണ് പഠിപ്പിക്കാൻ കഴിയുക? ഇസ്ലിയെ ബാബ ഈ തന്മ ആക്കപ്പെടാത്ത. അതുകൊണ്ടാണ് ബാബ ഈ ദേഹത്തെ ആധാരമാക്കി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതിനെ ഗോമുഖമായിട്ടാണ് ഭക്തിമാർഗത്തിൽ കാണിച്ചിരിക്കുന്നത്. അബ് ഗോ കെ മുഖ സേ തോ ഗംഗ നിക്കലേ കൈസെ. ബാബ പറയുന്ന ഗോമുഖത്തിൽ നിന്നെങ്ങനെയാണ് ഗംഗ ഉത്ഭവിക്കാൻ സാധിക്കുക? മാതാ കോ ബി ഗോ മാതാ കഹാ ജാത്ത, തും സബ് ഗോ ഹോ. ബാബ പറഞ്ഞ ഭക്തിയിലുള്ള ഒരു വിശ്വാസമാണ്, ഗോ മാതാവ് എന്നല്ലേ പറയാറുള്ളത്. സത്യത്തിൽ ബാബ പറഞ്ഞ നിങ്ങൾ എല്ലാവരും തന്നെ പശുക്കളാണ്. യെ ബ്രഹ്മാ തോ ഗോ നഹി ഹെ, മുഖ് ദ്വാര ജ്ഞാൻ മിൽത്താ ഹെ. ബാപ്പണ് അതേ സമയത്ത് ബ്രഹ്മാവ് പശു അല്ല.
എന്നാൽ അവരുടെ മുഖത്തിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത്. ബാപ്കി ഗോത്തോ നഹി ഹേന ബൈൽ പർ ബി സവാരി ദിക്കാത്തെ അല്ലേ. ബാബയെ പശുവായിട്ട് കാണിച്ചിട്ടില്ല, ബാബയെ കാണിക്കുന്നത് കാളപ്പുറത്ത് സവാരി നടത്തുന്നതായിട്ടാണ്. ഓത്തോ ശിവശങ്കർ ഏക് ദേത്ത. ഇനി ഭക്തി മാർഗത്തിൽ മറ്റൊരു കാര്യം എന്താ, ശിവശങ്കരൻ ഒന്നാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്, ശിവശങ്കരൻ ഒന്നല്ല. ശിവൻ എന്ന് പറയുന്നത് ഉയർന്നതിലും ഉയർന്നവനും, അതിനുശേഷമാണ് ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു ശങ്കർ. ബ്രഹ്മാവാണെങ്കിലോ സൂക്ഷ്മവദനവാസിയാണ്. അപ്പോൾ ബാപ്പുണ നിങ്ങൾ കുട്ടികൾ ഇതിനെപ്പറ്റി വിചാരസാഗരം മഥനം ചെയ്ത് പോയിന്റ്സുകൾ കണ്ടെത്തണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഓർ നിഡർ ബി ബന്ന, മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാനുള്ള പോയിന്റ്സുകളൊക്കെ കണ്ടെത്തുകയും വേണം. അതേസമയത്ത് ബാബ പറയുന്നത് നിർഭയരായിരിക്കണം. തും ബച്ചോ കോഹി ഖുഷി ഹെ. ബാബ പറഞ്ഞ നിങ്ങൾ കുട്ടികൾക്കാണ് സന്തോഷമുള്ളത്. നിങ്ങൾ പറയാറുണ്ടല്ലോ നമ്മൾ ഈശ്വരൻ്റെ വിദ്യാർത്ഥിയാണ്, സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണെന്നുള്ളത്. ഭഗവാന്റെ വാക്യം കൂടി എന്താ, ഹേ ബച്ചേ മൈം തുമക്കോ രാജാവോ കാ രാജ ബനാനെ കെ ലിയെ പഠാത്താ ഹൂം. ഭഗവാന്റെ മഹാവാക്യാണ്, ഹേ കുട്ടികളെ, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. बल कहाँ भी जाते हो, സെൻറ്റർ पर जाते हो, ബുദ്ധി में है कि ബാബ ഹംകോ പഠാത്തെ. നിങ്ങൾ എവിടെയാണെങ്കിലും സെൻറ്ററിൽ പോവുകയാണെങ്കിലും ശരി, എപ്പോഴും ബുദ്ധിയിൽ എന്തുണ്ടായിരിക്കണം, ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജോ ഹബി ഹം സെൻറ്റേഴ്സ് पर सुनते ബാബ മുരളി ചലാത്തെ. നമ്മൾ സെൻറ്ററിൽ നിന്ന് കേൾക്കുന്ന മുരളിയൊക്കെ ബാബ മധുബനത്തിൽ നിന്ന് കേൾപ്പിക്കുന്ന മുരളികളാണ്. ബാബ ബാബ കർത്തേ രഹോ. അതുകൊണ്ട് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ബാബ ബാബ എന്നുള്ള ആ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കണം. യബി തുമാരി യാത്ര ഹുയി. ഇതും കൂടി ഒരു തരത്തിലൊരു യാത്രയാണ്. योग अक्षर शोभता नहीं. योग എന്നുള്ള അക്ഷരം ഇതിന് യോജിക്കുന്നതല്ല. മനുഷ്യ അമർനാഥ് ബദ്രീനാഥ് യാത്ര करने पैदल जाते. अभी तुम बच्चों को तो जाना है अपने घर. നോക്കൂ, ഭക്തി മാർഗത്തിൽ അമർനാഥ് യാത്ര, ബദ്രീനാഥ് യാത്ര, തീർത്ഥയാത്രകൾ നടത്താറുണ്ട്. എന്നാൽ ബാബ പറയണ ഇപ്പോൾ നിങ്ങൾക്കും പോകണം. എന്നാൽ എവിടത്തേക്കാണ് യാത്ര? തൻ്റെ സ്വന്തം ധാമത്തിലേക്ക്. തും ജാൻതേ ഹോ അബ് യേ ബേഹദ് കാ നാടക് പൂരാ ഹോത്താ. അപ്പം മടക്കയാത്രയുടെ സമയമാണ്. കാരണം ഈ പരിധിയില്ലാത്ത നാടകം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബാബ വന്നിരിക്കുകയാണല്ലോ നമ്മളെ വീണ്ടും യോഗ്യരാക്കി തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. തും കുത് കേത്തേ ഹോ ഹം പതീത്തെ. ബാബ വരേണ്ടതായി വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പതീതരായിരിക്കുന്നു എന്ന്. അപ്പോൾ പതീതരായിരിക്കുന്നവർക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മുക്തിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പം അവിടെയാണ് ബാബ പറയുന്നത്, ഹേ ആത്മാക്കളെ, ബാബ ഓർമ്മപ്പെടുത്താണ്, നിങ്ങളിപ്പോൾ പതീതരായിരിക്കുകയാണ്. वो शरीर को पतित समझ गंगा में स्नान करने जाते. ഭക്തിയിൽ എന്താ, ശരീരമാണ് പതീതെന്ന് കരുതി ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകും. ആത്മാക്കോത്തോ वो निर्लेप समझ लेता. ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ കാര്യം എന്താ, അവരുടെ ധാരണ എന്താ, ആത്മാവിൽ ഒന്നും ലഭിക്കുന്നില്ല എന്നാണ്. എന്നാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, कहते भी है പാപം ലഭിക്കപ്പെടുന്നത് ആത്മാവിലാണ്. അപ്പം അതുകൊണ്ടാണ് പാപാത്മ പുണ്യാത്മ എന്ന് പറയുക. ഈ അക്ഷര അച്ഛി രീതി യാദ് കർ. അപ്പോൾ ബാബ പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഓർമ്മയിൽ വെക്കണം. ആദ്യം സ്വയം മനസ്സിലാക്കണം, ശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തുംകോ ഭാഷൺ ആദി കർണ ബാബ തോ ഗാവ് ഗാമേ ഗലി ഗലിമേ നഹി ജായെങ്കേ ന. അപ്പോൾ ബാപ്പണ നിങ്ങൾ കുട്ടികളാണല്ലോ പോയിട്ട് പ്രഭാഷണങ്ങളൊക്കെ നടത്തേണ്ടത്. അല്ലാണ്ട് ബാബ ഓരോ ഗ്രാമം തോറും ഓരോ മുക്കിലും മൂലയിലൊന്നും ബാബ പോവില്ലല്ലോ. തം ഗർ ഗർമേ ഈ ചിത്ര റക്കുതോ. അതുകൊണ്ട് ബാബ പറഞ്ഞു തരുന്ന കോഴ്സ് പിക്ചേഴ്സ് ഏതോ ഓരോരുത്തരുടെ വീട്ടിലുണ്ടായിരിക്കണം. അതിൽ നമുക്ക് പറയാം, മനസ്സിലാച്ചു കൊടുക്കാൻ പറ്റുന്ന 84 ജന്മചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. അതേപോലെ CD ചിത്രം കൂടി വളരെ വ്യക്തമായിരിക്കണം. അബ് ബാബ കേത്തെ സതോ പ്രധാൻ ബനം. ബാബ ഇത്രയും വിസ്താരവും പിന്നീട് സേവനത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. അതേസമയത്ത് ബാബ ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പോൾ സ്വയത്തിലേക്ക് അറ്റൻഷൻ കൊടുക്കണം എന്ന് വെച്ച് സത്തോ പ്രധാനരാകൂ എന്ന്. അപ്പനെ ഗർ ജാന പവിത്ര ബന്നെ ബി ഗർ തോ ഗർ ജായെങ്കേ നഹി. ബാപ്പന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം.
എന്നാൽ പവിത്രരാകാതെ മടങ്ങിപ്പോകാൻ സാധിക്കില്ലല്ലോ. യഹി ഫുർന ലഗാരഹി. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ ഒരു സങ്കല്പം, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ബോത് ബച്ചെ ലിഖ്തേ ബാബ ഹംകോ ബോത് തൂഫാൻ ആത്ത. അനേക കുട്ടികൾ ബാബയ്ക്ക് കത്തെഴുതും, ബാബ ഒത്തിരി പരീക്ഷണങ്ങൾ വരുന്നു, എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ ഒത്തിരി നെഗറ്റീവ് വരുന്നു. അപ്പോൾ ബാബ പറയണ മനസ്സിൽ വളരെയധികം മോശമായിരിക്കുന്ന ആലോചനകൾ ഉണ്ടാകാം. ആകെനിക്ക് ആത്യത്തെ കുട്ടികളിങ്ങനെ പരിഭവം പറയും, മുമ്പൊന്നും ഇത്തരമൊന്നും വ്യർത്ഥ സങ്കല്പങ്ങളൊന്നും വരാറില്ല, മോശ ചിന്തകളൊന്നും വരാറില്ല, പക്ഷെ ഇപ്പോഴെന്താണെന്നറിയില്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ പറയുകയാണ്, തും ഈ ക്യാൽ നഹി കറും. പാപ്പൺ ഇങ്ങനെയുള്ള ചിന്തയെ വെക്കണ്ട. ആകെ കൊയ് തും യുദ്ധക്കെ മൈതാൻ മേ തുടങ്ങിത്തേ. ബാബ പറഞ്ഞു തരണം, ഇങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്, ഇപ്പോൾ മാത്രം എന്താ ഇങ്ങനെ ആലോചന അല്ല. ബാബ പറഞ്ഞു തരണ മുമ്പ്, ബാബയെ കിട്ടുന്നതിന് മുമ്പ് യുദ്ധമൈതാനത്തിലായിരുന്നില്ലല്ലോ. അഭി തുംകോ ബാബയ്ക്ക് യാദ് മേറ് മായപ്പ ജീത്ത് പാൻ. കാരണം നമ്മുടെ യുദ്ധം ആരോടാണ് നടക്കുന്നത്? മായയോട്. അപ്പോൾ ബാബ പഠിപ്പിക്കുന്നത് തന്നെ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് മായയുടെ മേൽ ജയിക്കണമെന്നാണ്. ഏ ഗടി ഗടി യാദ് കർത്തേ രഹോ ഗാണ്ട് ബാന്ധ്ലോ. ബാബ പറഞ്ഞു ഇത് ഓർമ്മയുടെ ആ ഒരു കെട്ട് ഇങ്ങനെ കെട്ടിവെക്കണം. അതായത് ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഏതുപോലെ പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ എന്തെങ്കിലും മറന്നു പോകുമെന്ന് വിചാരിച്ച് സാരി തലയ്ക്ക് തുമ്പിൽ കെട്ടുകൾ ഇട്ട് വയ്ക്കും. പുരുഷ ലോക ഫിർ നോട്ട് ബുക്കുമേ ലിഖ്തേ. അച്ഛന്മാരാകുമ്പോൾ ഒരു ചെറിയ നോട്ട് ബുക്കിലൊക്കെ കുറിച്ച് വെക്കാറുണ്ട്. തുമാരോ ഈ ബാഡ്ജ് അച്ചി നിഷാനി ഹെ. ഇവിടെ നമുക്ക് എന്താണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാബ പറഞ്ഞ നല്ലൊരു അടയാളമാണ് നമ്മുടെ ബാഡ്ജ്. ഹം പ്രിൻസ് ബൻത്തെ യേ ഹൈ ഹി ബെഗർ ടു പ്രിൻസ് ബന്നേക്ക് ഗോഡ്ലി യൂണിവേഴ്സിറ്റി. അപ്പം അത് നമ്മൾ ഓർമ്മപ്പെടുത്തും, നമ്മൾ രാജകുമാരനാകാൻ പോകുന്നവരാണ്. അപ്പോൾ ബെഗർ ടു പ്രിൻസ് ആകാൻ പോകുന്ന ഒരു ഗോഡ് ഫാദർലി വിശ്വവിദ്യാലയമാണിത്. തും പ്രിൻസ് തേന. അപ്പോൾ ബാപ്പണ് നിങ്ങൾ രാജകുമാരന്മാരായിരുന്നല്ലോ. ശ്രീകൃഷ്ണനാണ് വിശ്വത്തിൻ്റെ രാജകുമാരനായിരുന്നത്. ജैसे इंग्लैंड का भी प्रिंस ऑफ वेल्स कहा जाता, वो है हद की बातें राधे कृष्ण तो बहुत नामी ग्रामी है. ഏതുപോലെ ബാപ്പണ് ഇംഗ്ലണ്ടിൻ്റെ രാജകുമാരൻ അല്ലേ, പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയില്ലേ. ഓരോ രാജ്യങ്ങളിലും അതാ രാജ്യത്തിൻ്റെ രാജകുമാരന്മാരുണ്ടാകും. പക്ഷെ ബാപ്പണ് അവർക്കൊരു കാലാവധിയുണ്ട്. ഇവിടെ ബാബ പറഞ്ഞ രാധാകൃഷ്ണനാണല്ലോ വളരെയധികം പ്രസിദ്ധി ആർജിച്ചത്. സ്വർഗത്തിലെ രാജകുമാരനോ രാജകുമാരി ആയിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാവരും അവരെ പ്രിയമുള്ളതായി മാറിയിരിക്കുന്നത്. ശ്രീകൃഷ്ണക്കോത്തോ ബോത് പ്യാർ കർത്തെ. എല്ലാവർക്കും ശ്രീകൃഷ്ണനോട് അതിയായ പ്രേമമാണ്. കർണാത്തോ ദോനോക്കോ ചായേ. സത്യത്തിൽ ബാബ പറഞ്ഞ രാജകുമാരിയോടും എന്ന് വെച്ചാൽ രാധയോടും കൂടി ആ ഒരു സ്നേഹം കാണിക്കണ്ടേ. पहले तो राधे को करना चाहिए, परंतु बच्चे पर जास्ती प्यार रहता. അപ്പോൾ ബാബ പറഞ്ഞ രാധയോടാണല്ലോ അവർ സ്നേഹം കാണിക്കേണ്ടത്, പക്ഷെ എപ്പോഴും മകനോടാണല്ലോ സ്നേഹം കാണിക്കാറുള്ളത്. ആൺകുട്ടികളോടായിരിക്കുമല്ലോ സ്നേഹം. ക്യോങ്കി വോ വാരിസ് ബൻത. എന്തുകൊണ്ടാണ് ലൗകികത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആൺകുട്ടികളോട് അച്ഛനമ്മമാർക്ക് സ്നേഹം? കാരണം അവരാണ് അവകാശികൾ. സ്ത്രീക്കാബി പതി പ പ്യാർ രഹത്ത. ബാബ പറഞ്ഞു തരണ ഏതൊരു സ്ത്രീക്കും തൻ്റെ പതിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. പതിയെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ്? പതി തന്നെയാണ് ഗുരു, പതി തന്നെയാണ് ഈശ്വരൻ എന്നാണ്. സ്ത്രീക്കല്ലേ ഐസെ നഹി കहेंगे. സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. സത്യുഗ് മേ തോ മാതാവോ കി മഹിമ ഹെ. ബാപ്പണ സത്യുഗത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കമാർക്ക എന്ന് വെച്ചാൽ മഹിമ ആർക്കാണ്? സ്ഥാനം ആർക്കാണ്? അമ്മമാർക്ക്. അതുകൊണ്ടാണ് ആദ്യം ലക്ഷ്മി പിന്നീട് നാരായൺ എന്ന് പറയുന്നത്. അംബാക്ക കിത്തന റിഗാർഡ് രക്തേ, ബ്രഹ്മാക്കി ബേട്ടി ഹെ. അതേപോലെ ജഗദംബയ്ക്ക് വളരെയധികം ആദരവുണ്ട്. കാരണം ബ്രഹ്മാവിൻ്റെ പുത്രിയാണ്. ബ്രഹ്മാവിന് അത്രത്തോളം കാണിക്കാറില്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കൂടി ഒന്നേ ഉള്ളൂ, അതാണ് അജ്മീറിൽ. ജഹാ മേല ആദി ലക്തി. ബാബൺ അവിടെയാണ് ഇതിൻ്റെ ഉത്സവകാര്യം നടക്കാം. അംബേക്ക് മന്ദിർ മേ ബി മേല ലക്ത. അതേപോലെ ജഗദംബ ക്ഷേത്രത്തിലൊക്കെ ഉത്സവം നടക്കാറുണ്ട്. വാസ്തവ में ये सब मेले महिला बनाने के लिए ही है. ബാബ പറഞ്ഞ എന്തൊക്കെ ഉത്സവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും സ്വയമിനെ ചെളിവാരി തേക്കുന്നത് പോലെയാണ് അല്ലേ. എല്ലാ തരത്തിലും നമുക്ക് എന്തുണ്ടാകും? ചെലവാണ്. തുമാര ഈ മേലാഹെ സ്വച്ഛ ബന്നേക്ക. ബാബ പറഞ്ഞ നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ എന്താണ്? സ്വച്ഛമായി മാറാൻ അല്ലേ. അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് വേണ്ടി ഉത്സവ പറമ്പിൽ പോകുമ്പോൾ പല വിധത്തിലുള്ള സങ്കല്പം കൊണ്ട് വരുന്നവരുണ്ടാകും അല്ലേ. ഇന്ന് അമ്പലങ്ങളുടെ അകത്ത് കുറച്ച് പേരായിരിക്കും, പക്ഷെ പുറത്ത് മറ്റുള്ള സിനിമാറ്റിക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ ഒത്തിരി ജനങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് ബാബ പറയുന്ന ഉത്സവങ്ങളൊക്കെ എന്താണ്? സ്വയനെ അശുദ്ധമാക്കി മാറ്റുന്നതാണ്.
स्वच्छ बनने के लिए तुमको स्वच्छ बाप को याद करना. അപ്പോൾ ബാബ പറഞ്ഞ നമ്മൾ സ്വയം ശുദ്ധരായി മാറണമെങ്കിൽ ശുദ്ധനായിരിക്കുന്ന സ്വച്ഛമായ ബാബയെ ഓർമ്മിക്കണം. അല്ലാതെ ബാബ പറഞ്ഞ വെള്ളത്തിൽ പോയി കുളിച്ചത് കൊണ്ടൊരിക്കലും നമ്മളിലെ പാപം നശിക്കുകയില്ല. ഗീത മേ ബി ഭഗവാൻ വാച്ച് മൻ മനാഭവ്. അതുകൊണ്ട് ഗീതയിലും കൂടി പരാമർശിക്കുന്ന കാര്യം എന്താ? ബാബ പറയണ ഭഗവാൻ വാച്ച് മൻ മനാഭവ് എന്നാണ് പറഞ്ഞത്. ആദി और अंत में अक्षर है. ആദിയിലും അന്ത്യത്തിലും പറഞ്ഞിരിക്കുന്ന അക്ഷരമാണ് മന്മനാഭവ്. അപ്പോൾ ബാപ്പുവിനെ നിങ്ങൾ കുട്ടികൾക്ക് അറിയാമല്ലോ, നമ്മളും തുടക്കത്തിൽ ഭക്തി ആരംഭിച്ചതാണ്. സത്തോപ്രധാന ഭക്തിയായിരുന്നു. പിന്നീട് എന്തായി? സത്തോ രജോ തമോയിലേക്ക് ഭക്തി ഇറങ്ങി വന്നു. അബീത്തോ ദേക്കോ മിട്ടി പത്തർ ആദി സബ്കി കർത്തെ. ഇന്നും യാതൊന്നിനും വിലയില്ല. എന്തൊക്കെ കിട്ടുമെന്ന് അതിനൊക്കെ പൂജിക്കും. മണ്ണും കല്ലും എല്ലാത്തിനെയും പൂജിക്കുന്നൊരവസ്ഥ. അത്രമേൽ അന്ധശ്രദ്ധയാണ്, അന്ധവിശ്വാസങ്ങളാണ്. ഈ സമയത്തും സംഘം പർ ബൈട്ടേ ഹോ. അപ്പോൾ ബാബ പറയണ ഇപ്പം നമ്മളുള്ളത് എവിടെയാണ്? സംഗമയുഗത്തിൽ. അപ്പോൾ ബാബ പറഞ്ഞ ഇത് തലക്കീഴായ ഒരു വൃക്ഷമാണ്. കാരണം ഇതിൻ്റെ ബീജം നിൽക്കുന്നത് മുകളിലാണ്. ബാബ കേത്തെ ഇസ് മനുഷ്യ സൃഷ്ടിക്ക ബീജ രചിത മൈ ഹും. അപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു, മാനവ സൃഷ്ടി വൃക്ഷത്തിൻ്റെ രചയിതാവും ബീജനും ആരാണ്? ബാബ തന്നെയാണ്. അപ്പോൾ ഈ നെയ് ദുനിയാക്കി സ്ഥാപന കർ രഹേ ഹെ. അപ്പോൾ ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാംപ്ലിംഗ് ലഗാത്തേ ഹേന. അപ്പോൾ തൈകൾ നട്ടുപിടിപ്പിക്കാറില്ലേ, അതുപോലെ സനാതന ധർമ്മത്തിൻ്റെ തൈകൾ ഇപ്പോൾ നട്ടുപിടിപ്പിക്കുകയാണ്. ജാട് കെ പുരാനെ പത്തേ സഡ് ജാത്തേ ഹെ. ബാബ പറഞ്ഞു തരുന്ന ഒരു വൃക്ഷം പഴയതാകുമ്പോൾ എന്താ? അതിൻ്റെ ഇലകളൊക്കെ ജീർണിക്കാൻ തുടങ്ങും. നയെ പത്തേ നിക്കലത്തേൽ അത് എന്താ ഉണങ്ങി അത് പിന്നീട് ഉതിർന്നു പോകും. വീണ്ടും പുതിയ ഇലകൾ തളിർത്ത് വരും. അഭി ബാബ് ദേവി ദേവതാ ധർമ്മയ്ക്ക് സ്ഥാപൻ കർ രഹേ ഹെ. അപ്പോൾ വീണ്ടും ബാബ പറഞ്ഞ ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുത് പത്തേ ഹെ ജോ മിക്സ് ഹോ ഗയേ അപ്പനെ കോ ഹിന്ദു കേലാത്തേ ഹെ. അപ്പോൾ ബാബ പറഞ്ഞ ഈ വൃക്ഷമാണല്ലോ, ഇതിൽ വെറൈറ്റി ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ബാബ പറയണ എല്ലാം മിക്സഡ് ആയിരിക്കുന്ന ഇലകളായി മാറി. സ്വയം പറയുന്നത് എന്നാണ്? ഹിന്ദുക്കൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. സത്യത്തിൽ ബാബ പറഞ്ഞ ഹിന്ദുക്കൾ തന്നെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ. ഹിന്ദുസ്ഥാൻ കാ വാസ്തവമേ നാം ഹി ഹെ ഭാരത് അല്ലേ? ബാപ്പണി ഹിന്ദുസ്ഥാനത്തിൻ്റെ യഥാർത്ഥ നാം എന്താ? ഭാരതം. ജഹാ ദേവതായി രഹത്തെ. ഭാരതഭൂമി പറഞ്ഞ വെളിച്ചത്തിൻ്റെ നാട്. അത് അവിടെ യാതൊരു തരത്തിൽ ഇരുട്ടില്ല. അതാണ് ദേവതകളുടെ ലോകം. ഓർ കിസി ദേശ് കാ നാം നഹി ബദൽത്ത. മറ്റൊരു ദേശത്തിൻ്റെ പേര് മാറാറില്ല അല്ലേ? ഭാരതം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇന്ത്യ എന്നല്ലേ പറയാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കും. ഇൻകാ നാം ബദൽ ദിയ. ഈ ഒരു നാടിൻ്റെ പേര് പറഞ്ഞാൽ ഈ ഒരു ഭൂഖണ്ഡത്തിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭാരതം എന്ന് വിളിക്കേണ്ടടുത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കും. ബൗദ്ധി ലോക ഐസെ നഹി കहेंगे कि हमारा धर्म ജപ്പാനി വ ചീനി ഹെ. ബാബ പറയണ ജപ്പാനിൽ വസിക്കുന്നവരോ അല്ലെങ്കിൽ ചൈനയിൽ വസിക്കുന്നവരോ ഒരിക്കലും പറയാറില്ലല്ലോ നമ്മുടെ ധർമ്മം ജപ്പാനിയാണ്, നമ്മുടെ ധർമ്മം ചീനിയാണെന്ന് പറയോ? ഇല്ല. ഓത്തോ അപ്പനെ ധർമ്മക്കോ ബൗദ്ധി ഹി കहेंगे. അവരുടെ ധർമ്മത്തെക്കുറിച്ച് എന്താ പറയുക? ബുദ്ധധർമ്മത്തിലുള്ളവരാണെന്ന് പറയും. തുമാരെ മേ കോയി ഭി അപ്പനെ കോ ആദ്യ സനാതൻ ദേവി ദേവത ധർമ്മ നഹി കർ സക്തേ. എന്നാൽ ഇവിടുത്തെ കാര്യം എന്താ? ഭാരതീയരാരോ അവർ സനാതന ധർമ്മത്തിലുള്ളവരാ, പക്ഷേ ഇന്ന് അവരെ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലുള്ളവരെന്ന് വിളിക്കപ്പെടാൻ പറ്റില്ല. അഗർ കൊയ് കഹേ ബി തോ ബോലോ വോ ധർമ്മ കബ് ഓർ കിസ്നെ സ്ഥാപൻ കിയ. അഥവാ അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, ആ സനാതന ധർമ്മം സ്ഥാപിച്ചത് ആരാണ്, എപ്പോഴാണെന്ന് ചോദിക്കുക. അവർക്ക് അതിനുള്ള ഉത്തരവൊന്നും ഉണ്ടാവില്ല. കൽപ്പിക്ക് ആയുഹി ലംബി കരുത്. ബാബ പറഞ്ഞ ഒരു കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ എത്രമാത്രം ദീർഘമാക്കി. അപ്പം ഇതിനൊക്കെ ബാബ പറഞ്ഞ അജ്ഞാനതയുടെ ഇരുട്ടെന്ന് പറയും. ഏകത്വം അപ്പനെ ധർമ്മക്കാ പത്താനഹി. ഒന്നാമത് ഭാരതവാസികൾക്ക് സ്വന്തം ധർമ്മത്തെക്കുറിച്ചുള്ള പരിചയമില്ല. രണ്ടാമത്തത് ബാബ പറഞ്ഞ ലക്ഷ്മി നാരായൺ കെ രാജ്യക്കോ ബടാ ദൂർ ലേ ഗയ. ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്ത് അങ്ങ് അകലെ എത്രയോ ലക്ഷങ്ങൾ വർഷങ്ങൾ എന്നല്ലേ പറഞ്ഞത്. ഇസ്ലിയെ ഘോർ അന്ധ്യാര കഹാജാത്ത. അതുകൊണ്ടാണ് ഇതിനൊക്കെ ബാബ എന്ത് പറഞ്ഞു ഒറ്റ വാക്കിൽ? ഘോരമായ അന്ധകാരം. ജ്ഞാൻ ഓർ അജ്ഞാൻ മേ കിതന ഫറക്ക്. അപ്പോൾ ബാപ്പയുടെ ജ്ഞാനത്തിലും അജ്ഞാനത്തിൽ എത്രമാത്രം അന്തരമുണ്ട്. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണല്ലോ. ഉൻസെ ജൈസെ ഏക് ലോട്ടാ ലേത്തെ. അപ്പോൾ ബാബ പറഞ്ഞിട്ടാണ് ഉൻസെ ജൈസെ ഏക് ലോട്ടാ ദേത്തെ ഹെ
सिर्फ किसको ये सुनावो कि शिव बाबा को याद करो तो വികർമ്മ വിനാശ് ഹോഗ. അപ്പം സാഗരത്തിൽ നിന്നും നമ്മൾ കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഒരു ഗ്ലാസ്സിൽ എടുക്കുന്നതിന് തുല്യം. അപ്പോൾ ബാപ്പണെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത്രമാത്രം ജ്ഞാനം കൊടുക്കുക, അതായത് ശിവബാബയെ ഓർമ്മിക്കുക, അപ്പോൾ വികർമ്മം വിനാശമാകുമെന്ന് പറയും. മുട്ടോളം വെള്ളത്തിലുള്ള പോലെയാണ്. ഏ ജൈസെ ചുല്ലോ പാനി ഹുവാണ്, കോയി തോ സ്നാൻ കർത്തെ കോയി ഗടാ ഭർ ലേ ജാത്ത. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, മുട്ടോളുള്ള വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബാബ പറഞ്ഞ ചിലരെന്ത് ചെയ്യും, ഗംഗയിൽ പോയി സ്നാനം ചെയ്യും, ചിലവർ അവിടെ നിന്ന് കുടം നിറച്ച് കൊണ്ടുവരും, കുപ്പി നിറച്ച് കൊണ്ടുവരും. रोज़ एक एक बूंद मटके में डाल उसको ज्ञान जल समझ पीते हैं. ചിലരെന്ത് ചെയ്യും, കുളിക്കുമ്പോൾ ഓരോ തുള്ളി ഉറ്റിച്ച് ബക്കറ്റ് വെള്ളത്തിൽ ഉറ്റിച്ച് കുളിക്കും. ചിലവർ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി ഉറ്റിച്ച് അത് ഗംഗാജലം എന്ന് പറഞ്ഞ് കുടിക്കുന്നവരുമുണ്ട്. വിലായത്ത് മേ ബി വൈഷ്ണവ് ലോ ഗംഗാജൽ കെ ഗഡെ ബർക്കർ ലേ ജാത്തെ. ബാബ പറഞ്ഞു തരണ, വിദേശത്തിൽ നിന്ന് വരുന്ന വൈഷ്ണവർ അവരും ഗംഗാജലം നിറച്ചു കൊണ്ടുപോകാറുണ്ട്. फिर मंगाते रहते, പിന്നെ അവർ വാങ്ങിക്കാറുണ്ട് പൈസ കൊടുത്ത്. अब ये तो सारा पानी पहाड़ों से ही आता. ബാപ്പണ് എല്ലാ നദികളിലേക്കും ഒഴുകുന്നത് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളമാണ്. ऊपर से भी पानी गिराते हैं. आजकल देखो मकान भी कितने ऊंचे 100 मंजिल तक के बनाते. ബാപ്പണ് ഇന്നൊക്കെ ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബാബ പറയണ ഇന്നത്തെ കാലത്ത് കെട്ടിടങ്ങളൊക്കെ 100 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സത്യുഗത്തിൽ ബാപ്പണ് ഇങ്ങനെ നിലകളൊന്നും ഉണ്ടായിരിക്കില്ല. അവിടെ ബാബ പറഞ്ഞ നിങ്ങൾക്ക് ധാരാളം ഭൂമി ഉണ്ടാകും. ബാപ്പണ് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അളക്കാൻ പോലും പറ്റില്ല. യഹാ രഹനെ കെ ലിയെ ജമീൻ നഹി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ, നമുക്ക് താമസിക്കാൻ പോലും ഒരിടം കിട്ടാറില്ല. തബ് ഇത്തനെ മൻസിൽ ബനാത്ത. അതിൻ്റെ ഇടയിലാണ്, അതുകൊണ്ടാണ് ഇത്രയധികം കെട്ടിടങ്ങൾ നിലനിലകളായിട്ട് പണിയുന്നത്. वहाँ अनाज भी अता पैदा होता, जैसे अमेरिका में बहुत अनाज होता तो जला देते. ബാബ പറഞ്ഞു തരാണ്, സത്യുഗത്തിൽ അപാര ധാന്യങ്ങളുണ്ടാകും. ഏതുപോലെ അമേരിക്കയിൽ ധാന്യങ്ങളൊക്കെ കൂടിപ്പോയാൽ അത് സൂക്ഷിക്കാൻ പ്രയാസം, അതിനെ കത്തിച്ച് കളയാറുണ്ട്. കാരണം ബാപ്പണ് ഇത് മൃത്യുലോകമാണല്ലോ, അത് അമരലോകമാണ്. അധകൽപ്പ് വഹാത്തും സുഖമേറത്ത്. അരകൽപ്പത്തോളം നമ്മളവിടെ സുഖം അനുഭവിക്കും. കാൽ അന്തർ ഗുസ്നാസക്കെ. സത്യുഗത്രേതായുഗത്തിൽ കാലൻ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ഇസ് पर एक कथा भी है. यह है बेहद की बात, बेहद की बातों से फिर हद की कथाएं बैठ बनाई. അപ്പോൾ ബാപ്പണ് ഇതൊക്കെ പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പരിധിയില്ലാത്ത കാര്യങ്ങളെ പിന്നീട് എന്താക്കി ഭക്തിമാർഗത്തിൽ പരിധിയുള്ള കഥകളാക്കി എഴുതപ്പെട്ടു. ഗ്രന്ഥ് പേലെ കിത്തന ചോട്ടാത്ത अब तो कितना बड़ा कर दिया. പണ്ടൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി വളരെ ചെറിയതായിരുന്നു, ചെറിയ വാല്യൂംസിൽ. പക്ഷെ ഇപ്പം എന്തായി, വലിയ വലിയ തടിച്ച പുസ്തകങ്ങളാക്കി മാറ്റി. ശിവബാബ കിത്തന ചോട്ടാ ഉൻകി ബി കിത്തനെ ബഡി പ്രതിമ ബനാ ദി. ഇതുപോലെ ബാബ അതിസൂക്ഷ്മമാണ്, നിരാകാര രൂപനാണ്. എന്നാലോ ഭക്തിമാർഗത്തിലെത്തിയപ്പോൾ വലിയ പ്രതിമകൾ ഉണ്ടാക്കി. ബുദ്ധ കെ ചിത്ര, പാണ്ഡവൻ കെ ചിത്ര ബഡേ ബഡേ ലംബെ ബനായി. കേവലം ബാബയുടെ മാത്രമല്ല, ബുദ്ധൻ്റെ ചിത്രമാണെങ്കിലും പാണ്ഡവരുടെ ചിത്രങ്ങളാണെങ്കിലും വിഗ്രഹങ്ങളൊക്കെ എന്താക്കി വലിയ ഹൈറ്റുള്ളതാക്കി മാറ്റി. എന്നാൽ അവരുടെ സത്യസ്വരൂപം നീളം അത്രയായിരുന്നോ? ഇല്ല. തും ബച്ചോം കോ തോ യേ ഏം ഓബ്ജക്റ്റ് കാ ചിത്ര ഗർ ഗർ മേ രഖനാ ചായ്. അപ്പോൾ ബാബ പറയണ, നിങ്ങൾ കുട്ടികളുടെ എന്താണോ ലക്ഷ്യം, ലക്ഷ്മി നാരായൺ നിങ്ങൾ ഓരോരുത്തരുടെ വീടുകളിലും ഉണ്ടായിരിക്കണം. ഹം പഠിക്കർ യേ ബൻ രഹേ. ഓരോരുത്തരും അത് കാണുമ്പോൾ ഉള്ളിൽ ആ സ്മൃതി ഉണരണം, ഞാൻ ഇതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിർ റോനാ തോടെ ഹി ചായേ. പിന്നീട് ഒരിക്കലും കരയരുത്. ജോ റോത്താ വോ കോത്താ ഹെ. ഭാവപ്പണ ആര് കരയുന്നു അവരെല്ലാം കളഞ്ഞു കുളിക്കും. ദേഹാഭിമാനമേ ആ ജാത്ത. കരയുന്നതും കൂടി എന്താ, ഒരു ദേഹാഭിമാനമാണ്. ബാബ പറഞ്ഞ, നിങ്ങൾ കുട്ടികൾ ആത്മാഭിമാനിയാകണം. എന്നാൽ ഇതിൽ തന്നെയാണ് പ്രയാസവും. ആത്മാഭിമാനി ബന്നെ സേ ഹി ഖുഷി കാ പാര ചടുത്ത. ആത്മാഭിമാനികളാകുന്നതിലാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലഹരി കയറുക. മാത്രമല്ല മധുരമായ അച്ഛൻ്റെ ഓർമ്മയും വരും. ബാബാ സേ ഹം സ്വർഗ കാ വർഷ ലേ രഹേ ഹെ. അതായത് ബാബയിൽ നിന്നും നമ്മൾ സ്വർഗത്തിൻ്റെ സ്വത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഹംകോ ഇസ് ഭാഗ്യശാലി രഥമേ ആക്കർ പടാത്തെ. അതായത് ബാബ വന്ന് നമ്മൾ ഈ ഭാഗ്യശാലി രഥത്തിലിരുന്ന് പഠിപ്പിക്കുകയാണ്. രാത്ത് ദിൻ ബാബ ബാബ യാദ് കർത്തേ രഹോ. ബാബ പറഞ്ഞ മുഴുവൻ ദിവസം രാവും പകലെല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ജപം എന്തായിരിക്കണം, ബാബ ബാബ എന്നുള്ള ഓർമ്മ.
ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ അരക്കൽപ്പത്തിൻ്റെ പ്രിയതമകളാണല്ലോ. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കാറുണ്ടല്ലോ. ഭക്തർ അനേകരുണ്ട്. ജ്ഞാൻ മേ സബ് ഏക് ബാപ് കോ യാദ് കർത്തെ. ജ്ഞാനമാർഗത്തിൽ ഓർമ്മിക്കേണ്ടത് ആരെയാണ്? ഒരേ ഒരു ബാബയെ തന്നെ. അവർ തന്നെയാണ് സർവരുടെ അച്ഛനും. ജ്ഞാനസാഗരനായ ബാബ വന്ന് ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാബ പണി ഇതൊക്കെ നമ്മുടെ സ്മൃതിയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുട്ടികൾ രോമാഞ്ചിതരായി മാറും. തുഫാൻ തോ മായക്ക് ആയേഗാ ഹി. ബാബ പറഞ്ഞു, ഒന്നിനെക്കുറിച്ച് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. പകരം ബാബ ബാബ എന്നുള്ള ഓർമ്മ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ രോമാഞ്ചം കൊള്ളും. അതിൻ്റെ ഇടയിൽ ബാബ പറഞ്ഞു തരാണ് മായയുടെ കൊടുങ്കാറ്റുകൾ. അതായത് നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങളുടെ പ്രവാഹം തന്നെ ഉണ്ടാകാം. ബാബ കേത്തെ സബ്സെ ജാസ്തി തൂഫാൻ തോ മുझे ആത്തെ ക്യോങ്കി സബ്സെ ആകെ മൈ ഹൂന. അപ്പോൾ ബ്രഹ്മ ബാബ പറയുകയാണ്, ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റുകൾ എനിക്ക് നേരെയാണ് വരിക. കാരണം ഞാനാണല്ലോ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹമാരെ പാസ് ആത്തെ തബ് തോ മൈ സമസ്താ ഹൂം ബച്ചോं के पास कितने आते होंगे. അതായത് ബ്രഹ്മ ബാബ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ടത് കൊണ്ടാണല്ലോ ബാബ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടികളുടെ നേരെയും എന്തെല്ലാം രീതിയിലുള്ള പരീക്ഷകൾ വരും എന്നുള്ളത്. ബാബ പറഞ്ഞ എത്ര തന്നെ പരീക്ഷകൾ വരട്ടെ, പക്ഷെ ഒരിക്കലും സംശയിച്ചു പോകരുത്. അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകൾ എന്ന് വെച്ച സങ്കല്പങ്ങൾ വരാം. ജോ അജ്ഞാൻ കാൽ മേ ബി കബി നഹി ആത്തെ ഹോങ്കെ. അജ്ഞാനകാലത്തിൽ പോലും വരാത്ത വിധത്തിലുള്ള ചിന്തകളും സങ്കല്പങ്ങളൊക്കെ വരാം. ബാപ്പൺ അത് വരിക തന്നെ ചെയ്യും. पहले मुझे आने चाहिए नहीं तो मैं बच्चों को समझाऊंगा कैसे. ബാബ ബ്രഹ്മ ബാബ പറയുന്നത് ഇതൊക്കെ ആദ്യം എനിക്കുള്ള പരീക്ഷണങ്ങളായിരുന്നു. അല്ല എങ്കിൽ എനിക്ക് മക്കൾക്ക് മനസ്സിലാച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ബാബയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞ ശക്തനായിരിക്കുന്ന ഒരാൾക്കൊപ്പം മാത്രമേ മായ ശക്തിശാലിയായി യുദ്ധത്തിന് ഇറങ്ങുകയുള്ളൂ. എതിരാളിയും കൂടി അതുപോലെ ശക്തനായിരിക്കുമല്ലോ. മല്ലയുദ്ധമേ സബ് ഏക് ജैसे नहीं होता. മല്ലയുദ്ധത്തിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും? ഇല്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡ് होती है. അപ്പം അതിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡ് ഉണ്ടാകും. बाबा के पास जब से सबसे जास्ती तूफान आते इसलिए बाबा कहते हैं तूफानों से डरो मत. അപ്പോൾ ബ്രഹ്മ ബാബയ്ക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ബാബയ്ക്ക് ധൈര്യത്തോടെ മക്കളോട് പറയാം, പ്രശ്നങ്ങൾ ഉണ്ടാകും, സങ്കല്പങ്ങളൊക്കെ പലവിധം വരും, പക്ഷെ ഭയപ്പെടരുത്, സംശയിക്കരുത്. ബാപ്പന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സങ്കല്പത്തിൽ വന്നതിനെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്തു പോകരുത്. കൈ കേത്തെ ജ്ഞാൻമേ ആയേ തോ യേ ക്യൂ ഹോത്താ. ചിലർ സംശയിച്ചു പോകും, ജ്ഞാനത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സങ്കല്പം വരുന്നു, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ വരുന്നു എന്നൊക്കെ. ഇസ്സേ തോ ജ്ഞാൻ നഹി ലേത്തെ തോ അച്ഛ. അതുകൊണ്ട് അവർ പേടിച്ചു പോകും. ഇതിനെയും കാട്ടി ജ്ഞാനത്തിൽ വരാത്തതാ നല്ലതെന്ന് വിചാരിച്ചവർ വിട്ടുപോകും. സങ്കല്പി നഹി ആത്തെ. അപ്പോൾ അവിടെ ഇങ്ങനെയൊന്നും സങ്കല്പം വരില്ലല്ലോ. അരേ ഏത്തോ യുദ്ധഹേന. അപ്പോൾ ബാപ്പണി യുദ്ധമല്ലേ. അപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മളൊരു പോസിറ്റീവിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് എന്താകും? നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. സ്ത്രീക്ക് സാമനെ ഹോത്തെ ബി പവിത്ര ദൃഷ്ടി രഹേ. അപ്പോൾ ബാബ പറഞ്ഞ മനസ്സിലാണ് ഫസ്റ്റ് യുദ്ധം നടക്കുക. അപ്പോൾ ബാപ്പന് നമ്മുടെ മുന്നിൽ ഏതൊരു സ്ത്രീയെ കണ്ടാൽ പോലും ബാബ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ പവിത്ര ദൃഷ്ടി ഉണ്ടാകാവൂ. സമജ്ന ശുബാബയ്ക്ക് ബച്ചേ ഹം ബായി ബായി ഹെ. ഏതൊരു സ്ത്രീ മുന്നിൽ കാണട്ടെ, അതോ പുരുഷനെ കാണട്ടെ, ബാപ്പണ് നമ്മളുടെ കാഴ്ചപ്പാട് അവരുടെ പ്രതി എന്തായിരിക്കണം? ഇവരും ശിവബാബയുടെ കുട്ടിയാണ്, സഹോദര ആത്മാവാണ്, നമ്മൾ പരസ്പര സഹോദരങ്ങളാണ് എന്നുള്ള ദൃഷ്ടിയിലൂടെ വേണം കാണാൻ. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരി സഹോദരനാണ്. ഫിർ വികാർ കഹാസെ ആയ. അപ്പോൾ ഈ ഒരു ശ്രേഷ്ഠ ദൃഷ്ടി സ്മൃതി ഉണ്ടാകുമ്പോൾ ബാബ പറയുന്ന വികാരം എങ്ങനെയാണ് ഉണ്ടാവുക? ബ്രാഹ്മൺ ഹേ ഊഞ്ചേ ചോട്ടി. നമ്മൾ ബ്രാഹ്മണരാണ്, ഉയർന്ന കുടുംബമുള്ളവർ. ജോഹി ഫിർ ദേവത ബൻതേ ഹെ. നമ്മൾ തന്നെയാണ് പിന്നീട് ദേവതകളായി മാറുക. അപ്പം അതുകൊണ്ട് നമുക്കിടയിലുള്ള സംബന്ധം സാകാരത്തിൽ സഹോദരനും സഹോദരിയുമാണ്. എന്ന് വെച്ചാൽ ഒരേ ഒരു അച്ഛൻ്റെ മക്കൾ കുമാർ കുമാരികളാണ്. അഗർ ദോനോ കുമാർ കുമാരി ഹോക്കർ നഹി രഹത്തെ തോ ഫിർ ജഗഡ ഹോത്ത. പക്ഷേ ഈ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ദൃഷ്ടി നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരു ഗ്രഹസ്ഥത്തിൽ കഴിയുമ്പോൾ ബാബ പറഞ്ഞു തരണം, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒരാൾ പവിത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കും, മറ്റൊരാൾക്ക് അത് സ്വീകാര്യമല്ലായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? സംഘർഷം ഉണ്ടാകും.
അപ്പോൾ എല്ലാവരും പറയില്ലേ, നിങ്ങൾ ജ്ഞാനത്തിൽ പോയ ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. പ്രശ്നങ്ങൾ വരാൻ കാരണം എന്താണ്? പവിത്രത നമ്മൾ പാലിക്കുമ്പോൾ അപവിത്രമായിരിക്കുന്നവർക്ക് അത് സ്വീകാര്യമല്ലല്ലോ. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ്, അബലാവും പർ അത്യാചാർ ഹോത്ത്. ഇന്ന് ലോകത്തിൽ ആ ഒരു കാരണത്താലാണല്ലോ അബലകളുടെ മേൽ അത്യാചാരം നടക്കുന്നത്. പുരുഷ് ഭി ലഗ്തേ ഹമാരി സ്ത്രീ തോ ജैसे പൂത്തനാ ഹെ, ബടി മെഹനത്ത്. ഒരു പക്ഷേ ഭർത്താവാണ് ജ്ഞാനത്തിലുള്ളതെങ്കിൽ ഭാര്യ സമ്മതിക്കില്ല പവിത്ര ജീവിതം നയിക്കാൻ. അപ്പോൾ ബാബയ്ക്ക് കത്തെഴുതും പോലും, ബാബ എൻ്റെ പത്നി ഒരു പൂതനയെ പോലെയാണ് എന്നുള്ളത്. അപ്പോൾ ബാപ്പണ് ഗൃഹസ്ഥ ജീവിതത്തിൽ രണ്ടുപേരും ജ്ഞാനം ഉൾക്കൊണ്ടവരാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടുപേര് ജ്ഞാനിയല്ല, പവിത്ര ജീവിതം നയിക്കാനുള്ള സ്വീകാര്യം ഒരാൾക്കുണ്ട് മറ്റൊരാൾക്കില്ല എങ്കിൽ ബാപ്പണ് അവിടെ വളരെയധികം പ്രയാസകരമാണ്. जवानों को तो बहुत मेहनत होती जो गंधर्वी विवाह कर इकट्ठे रहते कमाल है उनका. ബാബ പറഞ്ഞ യുവാക്കൾക്കാണ് ഇങ്ങനെയുള്ള വളരെയധികം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരിക. അഥവാ ബാപ്പണ്ണ ഗന്ധർവ വിവാഹമാണ് എങ്കിൽ, അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള പ്രതിജ്ഞ എടുത്ത് പാലിച്ചു പോകുന്നവരാണെങ്കിൽ ബാപ്പണ്ണ അവർ ഈ ലോകത്തിൻ്റെ മുന്നിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഉനോക്കാ ബഹുത് ഊഞ്ച് പദ് ഹോ സക്ത. അത്തരത്തിലുള്ളവർക്ക് വളരെ ഉയർന്ന പദവി നേടാൻ പറ്റും. പരന്തു ജബ് ഐസി അവസ്ഥ ധാരൺ കർ. ബാബ പണി കേവലം ബ്രഹ്മചര്യ വ്രതം പാലിച്ചതുകൊണ്ട് മാത്രം ഉയർന്ന പദവി എന്നല്ല. ബാബ പണി അത്രയും പവിത്ര അവസ്ഥയുടെ ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. ജ്ഞാൻ മേ തീക്കെ ഹോ ജായെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ജ്ഞാനത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റാണ്, മായാക്കെ തൂഫാനോ സെ ഡർന വ മൂഞ്ചന നഹി. മായയുടെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടരുത്, സംശയിക്കരുത്. കാരണം ഫസ്റ്റ് കൊടുങ്കാറ്റ് വരുന്ന സങ്കല്പങ്ങളിൽ. അതുകൊണ്ടാണ് ബാപ്പുണ് ഭയപ്പെടരുത്, സംശയിക്കരുത്. എന്നാൽ കേവലം ശ്രദ്ധ വയ്ക്കുക, സങ്കല്പത്തിൽ വന്നതിനെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് വികർമ്മത്തിലേക്ക് പോകരുത്. അല്ലേ? സങ്കല്പത്തിൽ വന്ന കാര്യങ്ങളെ കർമ്മേന്ദ്രിയത്തിൽ വന്ന് കർമ്മത്തിലേക്ക്, അതായത് വികർമ്മം ചെയ്തു പോകരുത്. ജ്ഞാനസാഗരനായ ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്തോഷത്തിൽ കഴിയണം. ഈ ഒരു സന്തോഷത്തിൽ കഴിയണം. 2, सतोप्रधान बनने के लिए आत्मा अभिमानी बनने की मेहनत करनी है. സതോപ്രധാനരാകുന്നതിന് വേണ്ടി ആത്മ അഭിമാനികളാകുവാനുള്ള പ്രയത്നം ചെയ്യണം. സതോപ്രധാനരാകുന്നതിന് വേണ്ടി ആത്മാഭിമാനികളാകുവാനുള്ള പ്രയത്നം ചെയ്യണം. ജ്ഞാനത്തിൻ്റെ വിചാരസാഗരം മനനം ചെയ്ത് ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ജ്ഞാനത്തെ വിചാരസാഗരം മനനം ചെയ്ത് ഓർമ്മയുടെ യാത്രയിലിരിക്കണം. वरदान. शुभ चिंतन द्वारा ज्ञान सागर में समाने वाले അതീന്ദ്രിയ സുഖಕ್ಕೆ അനുഭവി ഭവ. ശുഭചിന്തനത്തിലൂടെ ജ്ഞാനസാഗരനിൽ സമാവേശമാകുന്ന, ജ്ഞാനസാഗരനിൽ മുഴുകിയിരിക്കുന്ന അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവിയായി ഭവിക്കും. അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവിയായി ഭവിക്കൂ. വിശദീകരണമാണ്, जैसे सागर के अंदर रहने वाले जीव जंतु सागर में समाये हुए होते, बाहर नहीं निकलना चाहते. मछली भी पानी के अंदर रहती है. सागर व पानी ही उसका संसार है. ഏതുപോലെ സാഗരം, കടലിനകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സമുദ്രത്തിൽ തന്നെ മുങ്ങിക്കിടക്കുന്നു, അതിനകത്ത് തന്നെ കിടക്കുന്നു. പുറത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല.
അല്ലേ? മീനുകളാണെങ്കിലും വെള്ളത്തിനകത്ത് തന്നെ. ആ ഒരു കടൽ അല്ലെങ്കിൽ ആ വെള്ളം തന്നെയാണ് അവരുടെ ലോകം. കടൽ തന്നെയാണ് അവരുടെ ലോകം. അതുപോലെ ആ ബച്ചേ ബി ശുഭചിന്തൻ ദ്വാര, താങ്കൾ കുട്ടികളും ശുഭചിന്തനത്തിലൂടെ ജ്ഞാനസാഗരനായിരിക്കുന്ന ബാബയിൽ സദാ മുങ്ങിക്കിടക്കുക. जब तक सागर में समाने का अनुभव नहीं किया तब तक अतीन्द्र सुख के झूले में झूलने का, सदा हर्षित रहने का अनुभव नहीं कर सकेंगे. എപ്പോൾ വരെ സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന അനുഭവം ചെയ്യുന്നില്ല, ബാബയുടെ ഗുണങ്ങളെ, ബാബയുടെ സ്നേഹത്തെ, ബാബയുടെ സഹയോഗത്തെ, ബാബയുടെ ശക്തി അനുഭവം ചെയ്യുന്നില്ല, അതുവരെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുവാനോ, അതുവരെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുന്നതിനോ, സദാ ഹർഷിതരായിരിക്കുന്നതിൻ്റെയോ അനുഭവം ചെയ്യാൻ സാധ്യമല്ല. इसके लिए स्वयं को ഏകാന്തവാസി बनाओ. ഇതിനു വേണ്ടി സ്വയം തന്നെ ഏകാന്തവാസിയാക്കുക. അതിൻ്റെ അർത്ഥമാണ് സർവ ആകർഷൺ കെ വൈബ്രേഷൻ സെ അന്തർമുഖി ബൻ. ബാഹ്യമായ എല്ലാ ആകർഷണങ്ങളുടെയും വൈബ്രേഷനിൽ നിന്നും സ്വയം അന്തർമുഖിയാകണം. അതിൽ നിന്നെല്ലാം ഉൾവലിഞ്ഞു വരണം. നമുക്കുള്ളിൽ ബാബയോടുള്ള ആകർഷണം ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി, കണ്ണ് എല്ലാം എന്താകും, പുറത്തേക്കുള്ള ആകർഷണത്തിലേക്ക് മുഴുകിപ്പോകുന്നത്, അല്ലേ? അതുകൊണ്ട് ബാബ പറയണ, ബാബയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ബാബയുടെ ഉള്ളിൽ ഇതുപോലെ ജീവജാലങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ അതിൻ്റെ ലോകം, പുറമേ ഒരു ലോകത്തേക്ക് അവർ വരാൻ പോലെ ആഗ്രഹിക്കാറില്ല. അതേപോലെ നമ്മുടെ ലോകമായി മാറണം ബാബ. ബാബയുടെ അനുഭൂതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അതേന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. സ്ലോഗൻ: अपने चेहरे को ऐसे चलता फिरता म्यूजियम बनाओ जिसमें बाप बिंदु दिखाई दे. താങ്കളുടെ മുഖത്തെ ഒരു സഞ്ചരിക്കുന്ന മ്യൂസിയമാക്കി മാറ്റുക, അതിൽ ബാബ കാണപ്പെടണം. താങ്കളുടെ മുഖത്തെ അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു മ്യൂസിയമാക്കി മാറ്റുക, ആ മുഖത്തിൽ ബാബ കാണപ്പെടണം. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ബാബയുടെ അനുഭവം ഉണ്ടാകണം. इन्नता अव्यक्त इशारा: अपने को शरीर के बंधन से न्यारा बनाने के लिए अवतार समझो. സ്വയമിനെ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വേർപ്പെടുത്തുന്ന ഒരു അവതാരമായി മനസ്സിലാക്കുക. ശരീരബന്ധനത്തിൽ നിന്ന് വേർപ്പെടണമെങ്കിൽ ഞാനൊരു അവതാരമാണെന്ന് ബോധ്യപ്പെടണം. അവതാരമാണ് എന്ന സ്മൃതിയിലിരുന്നു കൊണ്ട് ശരീരത്തിൻ്റെ ആധാരത്തിൽ കർമ്മം ചെയ്യുക. അവതാരം എന്ന ബോധത്തിലിരുന്ന് ശരീരം കൊണ്ട് കർമ്മം ചെയ്യിക്കുക. ലേക്കിൻ കർത്താപ്പൻ കെ ബാൻ സെ ന്യാരെ ഹോക്കർ കർമ്മ കർ. ചെയ്യിപ്പിക്കുന്നവനാണെന്ന ബോധത്തിൽ നിന്നും പോലും ഉപരിയായി വേണം കർമ്മം ചെയ്യാൻ. മൈനെ കിയാ മൈ കർത്താ ഹൂ, അല്ലേ? അല്ലെങ്കിൽ അഭിമാനം വരും, ഞാനാണിതൊക്കെ ചെയ്തത്, ഞാനാണിതൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ സങ്കല്പത്തെ പോലും നമ്മളിവിടെ അടിയറവ് വയ്ക്കണം. ഇത്തരത്തിലുള്ള സങ്കല്പത്തെ പോലും നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. तो कर्म के बंधन में बांधेंगे नहीं. അപ്പോൾ മാത്രമേ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾ ബന്ധിക്കപ്പെടുകയില്ല. देह में होते भी विदेही अवस्था का अनुभव करेंगे. ദേഹത്തിലാണെങ്കിലും വിദേഹി അവസ്ഥയുടെ അനുഭവം ചെയ്യും. ദേഹത്തിലാണെങ്കിലും വിദേഹി അവസ്ഥയുടെ അനുഭവം ചെയ്യും. അച്ഛാ, ഓം ശാന്തി. അപ്പോൾ ബാബയുടെ ഇന്നത്തെ മുരളിയിൽ ബാബ നൽകിയിരിക്കുന്ന ഒരു ടിപ്പ് എന്താണ്? ബാബ പറഞ്ഞു, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ബാബ ബാബ എന്നുള്ളത് മുഴങ്ങിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ബാബ പറഞ്ഞു രോമാഞ്ചിതരായിട്ടുള്ളൊരവസ്ഥയും
സന്തോഷത്തിൻ്റെ അവസ്ഥയും ബാബയുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ വന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനൊക്കെ വേണ്ടി ബാബ എന്താ പ്രയത്നം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ആത്മാഭിമാനിയാകും അല്ലേ. എല്ലാത്തിനും ആധാരം എന്താണ്? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വികർമ്മങ്ങളുടെ നാശത്തിനും നമ്മുടെ ഉള്ളിലെ ആ ഒരു സംസ്കാര പരിവർത്തനത്തിനും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കണമെങ്കിലും സദാ ബാബയുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ നിൽക്കണമെങ്കിലും നമ്മളുടെ പുരുഷാർത്ഥം എവിടത്തേക്കായിരിക്കണം? ആത്മാഭിമാന സ്ഥിതി. ബാബ പറഞ്ഞ ഒന്നിൻ്റെയും ഓർമ്മയില്ലാതെ കേവലം ഒരു ഏകാന്തവാസിയായിട്ട് ബാബയുടെ സ്നേഹത്തിൽ ബാബ എത്ര നല്ല രീതിയിൽ ബാബ ഇന്ന് വരദാനം പറഞ്ഞു അല്ലേ. കടലിൽ കിടക്കുന്ന ജീവജാലങ്ങൾക്ക് ആ കടലിൻ്റെ വെള്ളം തന്നെയാണ് അവരുടെ ലോകം. അതേപോലെ ആയിരിക്കണം ബ്രാഹ്മണർക്കും ബാബയുടെ ഓർമ്മ തന്നെയായിരിക്കണം നമ്മുടെ ലോകം. ഓം ശാന്തി. വിശ്വകല്യാണാർത്ഥം വന്നിതാ പിതാ ശിവൻ പരം ധാമവാസിയാകും സർവേശ്വരൻ. വിശ്വകല്യാണാർത്ഥം വന്നിതാ പിതാ ശിവൻ പരം ധാമവാസിയാകും സർവേശ്വരൻ. പരമപവിത്രമാം സംഗമയുഗത്തിൻ പാരിൻ്റെ രക്ഷയ്ക്കായി വന്ന പിതൻ അന്ധകാരമകറ്റി ദിവ്യപ്രകാശമേകാൻ വന്നിതാ ഭൂമിയിൽ ദിവ്യദീപം. വന്നിതാ ഭൂമിയിൽ ദിവ്യദീപം. അരുമക്കിടാങ്ങളെ ഒരു നോക്കു കാണുവാൻ അമൃതവേള തന്നിൽ ഓടിയെത്തും. പതിത മക്കളെ പാവനമാക്കുവാൻ ശ്രീമതം നൽകുമീ ശ്രേഷ്ഠാചാര്യൻ. കർമ്മരഹസ്യങ്ങളൊന്നൊന്നായറിയിച്ചു കർമ്മയോഗിയാകുമീ ധർമ്മരാജൻ. ധർമ്മരാജൻ വിശ്വകല്യാണാർത്ഥം വന്നിതാ പിതാ ശിവൻ പരം ധാമവാസിയാകും സർവേശ്വരൻ. ജ്ഞാനാനന്ദ പ്രേമ പവിത്ര സുഖശാന്തി ശക്തിയും നൽകുന്നീ ജ്ഞാനേശ്വരൻ. വികാരങ്ങളഞ്ചിനോടും വിട പറഞ്ഞിടുവാൻ ശക്തി നൽകിയിടുന്ന സർവശക്തൻ. സർവധർമ്മം വെടിഞ്ഞോർക്കണം പിതനെ നാം നിത്യസുഖശാന്തി കൈവരിക്കാൻ. നിത്യസുഖശാന്തി കൈവരിക്കാൻ
വിശ്വകല്യാണാർത്ഥം വന്നിതാ പിതാ ശിവൻ പരം ധാമവാസിയാകും സർവേശ്വരൻ പരമപവിത്രമാം സംഗമയുഗത്തിൽ പാരിന്റെ രക്ഷയ്ക്കായി വന്ന പിതൻ പാരിന്റെ രക്ഷയ്ക്കായി വന്ന പിതൻ വിശ്വകല്യാണാർത്ഥം വന്നിതാ പിതാ ശിവൻ പരം ധാമവാസിയാകും സർവേശ്വരൻ